വ്യത്യസ്തവും പുതുമയാർന്നതുമായ കിച്ചൺ മാജിക് എന്ന നമ്മളുടെ കുക്കറി റിയാലിറ്റി ഷോ അതിൻ്റെ ജൈത്ര യാത്ര തുടരുകയാണ്. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഈ ഒരു കുക്കറി റിയാലിറ്റി ഷോ അതിൻ്റെ 3rd സീസണിലേക്ക് കടക്കുന്നു. വെൽക്കം ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. കിച്ചൺ മാജിക് സീസൺ 1ഉം കിച്ചൺ മാജിക് സീസൺ 2 പ്രേക്ഷകരായ നിങ്ങൾ നെഞ്ചിലേറ്റിയ 2 കുക്കറി റിയാലിറ്റി ഷോസ് ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഈ 3rd സീസണെ കുറിച്ച് ചിന്തിക്കാനുണ്ടായ കാരണം. മറ്റേതൊരു കലയും പോലെ പാചകവും ഒരു കലയാണെന്നുള്ള അംഗീകാരമാണ് നമ്മുടെ കിച്ചൺ മാജിക് എന്ന റിയാലിറ്റി ഷോയുടെ സക്സസ്. മാത്രമല്ല ഇതിൻ്റെ എൻട്രി നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ധാരാളം മത്സരാർത്ഥികളാണ് ഇതിനായിട്ട് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത വളരെ കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇതിൽ മത്സരിക്കുക. Navya from Kollam, Chinnu from Trivandrum, Smita from Ernakulam, Arathi from Kayangulam, Shaufila from Ernakulam, Reynold from Kasargod, Aromal from Karunagapalli, Ashwati from Calicut, Reshmi from Mumbai, Nagul from Mumbai, Nitin from Mumbai, Selina from Calicut. നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത 12 കണ്ടസ്റ്റൻസ് അവരുടെ കഴിവുകൾ കാണണ്ടേ? പാചകത്തിൽ അവർ എത്രത്തോളം മിടുക്കികളാണ്. അപ്പോൾ മിടുക്കന്മാർ മാത്രമല്ല മിടുക്കികളും തമ്മിൽ മത്സരിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകളുമായി കിച്ചൺ മാജിക് സീസൺ 3 മുന്നേറാൻ പോവാണ്. സോ വൺസ് മോർ വെൽക്കം ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. വളരെ എനർജറ്റിക് ആയിട്ട് വന്നിരിക്കുവാണ് നിങ്ങൾ അല്ലേ? ഇതിലൊരു 4 ആൺകുട്ടികളും പിന്നെ എത്രയാ 8 ലേഡീസ് മിക്സ്ഡ് ക്രൗഡ്. എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ്? ഇപ്പോൾ ഒരു പുതിയ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്, കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് ഡേ. വാട്ട് ഡു യു ഫീൽ? വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ മാഡം കൃഷ്ണയും കൂടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നൊക്കെ TV കാണാമെന്നല്ലാതെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ ഒരു സന്തോഷം നന്നായിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ നവ്യക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് സീസൺ തൊട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സീസൺ 3 തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു പങ്കെടുക്കണം എന്നുള്ളത്. ഭാഗ്യവശാൽ ഇപ്പോൾ നാട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു. ഇപ്പോൾ സെലക്ഷൻ കിട്ടി. ഇനിയിപ്പോൾ ഇതിലുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, ഗുഡ്. ഇനി ബോംബെയിൽ നിന്ന് വന്ന ഒരാളുണ്ടല്ലോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പല ഇതും മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഈ ബോംബെ വേറെ 2 മെയിൽ മെമ്പേഴ്സ് അല്ലേ? ഫസ്റ്റ് ടൈമാണ് ഒരു ലൈവ് എക്സ്പോഷർ ഞാൻ കാണുന്നത്. ബീൻ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജസ്റ്റ് ഒരു കിച്ചണെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ലൈവ് എക്സ്പോഷർ, ഒരു ലൈവ് സെലിബ്രിറ്റീസിനെ കാണാനും പിന്നെ ഒരു ലൈവ് കിച്ചൺ കാണാനും ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയാണ്. യെസ്, ഫസ്റ്റ് ടൈം. വെരി ഗുഡ് അല്ലേ? ഓക്കെ. ആൻഡ് ഓൾ ദ വേ ഫ്രം US, അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്നിരിക്കുകയാണ് മത്സരിക്കാനായിട്ട്. സീസൺ 1 തൊട്ടിട്ട് എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. അവിടെ യൂട്യൂബ് വഴി പറ്റുന്ന മാക്സിമം കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും ഇതിന് വരാൻ പറ്റും അവിടെ നിന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിന് ഫസ്റ്റ് എനിക്ക് താങ്ക്സ് എൻ്റെ ഹസ്ബൻഡിനോടാണ് പറയുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു 2 ദിവസത്തിനുള്ളിൽ എനിക്കേ അറിയുള്ളൂ അവിടെ നിന്ന് ഞാൻ എങ്ങനെ ഇവിടെ എത്തി. ടിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി അല്ലേ? എല്ലാം കംഫർട്ടബിൾ ആക്കി ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത്. ഓക്കെ, എന്തായാലും കൊള്ളാം. നിങ്ങളെല്ലാവരും തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ത്രൂ ഔട്ട് ദി കോമ്പറ്റീഷൻ ഉണ്ടാകണം. അറ്റ് ദ സെയിം ടൈം നിങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആവുമ്പോൾ ഫീൽ യുവർസെൽഫ് അറ്റ് ഹോം. നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ആൾ, നിങ്ങൾ 12 പേർ.
അപ്പോൾ നമ്മളൊരു കുടുംബമായി മുന്നോട്ട് പോകാൻ പോകും. കിച്ചൺ മാജിക് സീസൺ 3. അപ്പോൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്തായിരിക്കും? നോ ഐഡിയ. എന്നാലും സം ഗസ്സസ്. ഫേവറേറ്റ് ഡിഷ്. ഇവർ എന്താ പറയുക, ഫസ്റ്റ് സീസൺ തൊട്ട് കാണുന്നതാണ്. ഫസ്റ്റ് സീസൺ ഇങ്ങനെ ആദ്യം എന്ത് പറഞ്ഞു, സെക്കൻഡ് എന്ത് പറഞ്ഞു, തേർഡ്. ഓക്കെ, ഫസ്റ്റ് സീസൺ വാച്ച് ചെയ്ത് ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് വളരെ നല്ലതാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ എക്സ്പെക്ടേഷനായിട്ട് നിന്നാൽ അങ്ങനെ ആയിരിക്കില്ല റൗണ്ട്സ് വരാൻ പോകുന്നത്. അതെ, നമ്മൾ കംപ്ലീറ്റ് തന്നെ മാറ്റി പ്ലാനിങ് ആണ്. എന്നാലും ഫസ്റ്റ് റൗണ്ട് നമ്മൾ എപ്പോഴും ലൈറ്ററായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആദ്യമേ ഒരുപാട് ടഫ് ആക്കുന്നില്ല. സോ ഫേവറേറ്റ് ഡിഷ്, അത് നിങ്ങൾ വെൽ പ്ലാൻഡ് ആണെന്ന് തോന്നുന്നു. ഫേവറേറ്റ് ഡിഷ് അതെ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ക്ലാപ്പിംഗ് ആയിരുന്നു. നമ്മൾ പറയേണ്ടി പോലും വന്നില്ല. അതിന് ഒരു ക്ലാപ്പ് അവർ അല്ലേ പ്രിപ്പയർഡ് ആയിരുന്നു. നിങ്ങൾ വിചാരിച്ചു ഫേവറേറ്റ് ഡിഷ് ആയിരിക്കും. ഓക്കെ ഫൈൻ, ആദ്യത്തെ റൗണ്ട് അങ്ങനെ പോട്ടെ. പക്ഷേ ഇനിയുള്ള റൗണ്ട്സ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ടോട്ടലി ഡിഫറെൻറ്റ്. അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുത്തോളൂ. പക്ഷേ എന്തായാലും നന്നായിട്ട് കുക്കിങ്ങിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ്. സോ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, എടുക്കുക. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ റൗണ്ടാണ് ഇത്. നമ്മൾ തരുന്ന ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് സാധനങ്ങൾ എടുക്കാനും പിന്നെന്താ പറയുക പ്രീ കുക്കിംഗ് ടൈം, കട്ടിങ് ആൻഡ് എവറിത്തിങ് ടുഗെദർ എല്ലാം കൂടി ചേർത്ത് മാക്സിമം ടൈം 1.5 മണിക്കൂറാണ്. അത് ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ സമയം ഇത് ചെയ്ത് വയ്ക്കും. അത് 1.5 hours കഴിയുമ്പോൾ സ്റ്റാർട്ട്. അത് നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് ഞങ്ങൾ നോക്കില്ല, അത് വെച്ചിട്ടായിരിക്കും പിന്നെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ് മത്സരം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.